നമസ്കരിക്കേണ്ടത് സമയത്താണ്, ആദ്യ വഖത്തിലാണ്, ആദ്യ സമയത്താണ്. അത് ശ്രദ്ധിക്കാതെ തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരെ, നിനക്ക് സമയമുണ്ടാകുന്ന സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കുന്നവരെ, നിന്റെ നമസ്കാരം ആകാശത്തേക്ക് ഉയർത്തും. പക്ഷേ ആ നമസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്. നേരത്തെ സമയത്ത് നമസ്കരിച്ചതുപോലെയുള്ള നമസ്കാരത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും പ്രശോഭിതവും ആ നമസ്കാരത്തിനില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം ആകാശത്തേക്ക് നമസ്കാരം എത്തുമ്പോൾ തന്നെ ആ നമസ്കാരം ഖബൂലിയത്തില്ലാതെ മലക്കുകളിതാ തിരിച്ചു വിടുകയാണ്, മലക്കുകളിതാ തിരിച്ചയക്കുകയാണ്. ആ നമസ്കാരം നമസ്കരിച്ചവന്റെ ഇടത് ഭാഗത്ത് വന്നിട്ട് അവനെതിരായി കൊണ്ട് ദുആ ചെയ്യുമേ. എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കണേ സഹോദര, നിസ്കരിക്കുന്നവനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ സമയത്ത് നിസ്കരിക്കുന്നില്ല, തോന്നുമ്പോൾ നമസ്കരിക്കുകയാണ്. കല്യാണ സദസ്സുകളിൽ പങ്കെടുത്ത് ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ ഭുജിച്ച് സിനിമാ പാട്ടുകളിലും ഡാൻസുകളിലും കൂത്തരങ്ങുകളിലും പങ്കെടുത്ത് അവൻ ഇഷ്ടമുള്ള സമയത്ത് നിസ്കരിക്കാമെന്ന് വെച്ചാൽ ആ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോ മലായിക്കത്തുകൾ കൂട്ടം കൂട്ടമായി വന്ന് ആ നമസ്കാരത്തെ നിസ്കരിച്ചവനിലേക്ക് തിരിച്ചയക്കുകയാണ്. തീർന്നില്ല. ആ നമസ്കാരം അവനെതിരായി ദുആ ചെയ്യുമേ. നമസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ സമയത്ത് നിസ്കരിക്കാത്തത് കൊണ്ട് അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനെതിരായി കൊണ്ട് നമസ്കാരം ദുആ ചെയ്യുകയാണ്. നമസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കിക്കളഞ്ഞതുപോലെ, എന്നെ നീ ശ്രദ്ധ പതിപ്പിക്കാത്തതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ. നിനക്കെതിരായി കൊണ്ട് നമസ്കാരം ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായിക ആമീൻ. ഈ ഭൗതിക ലോകത്ത് കറങ്ങി നടക്കുന്ന കോടാനു മലക്കുകൾ, ഈ ഭൂമിയിലുള്ള മലക്കുകൾ എതിരായി കൊണ്ട് ആമീൻ പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സമയത്ത് അത് ശ്രദ്ധിക്കണം, സമയത്ത് നിസ്കരിക്കാം. പിന്നെ യാത്രക്കാരന് അവൻ ഇളവ് കൊടുത്തിട്ടുണ്ട്, ജമ്മും കസറും അവന് വേണമെങ്കിൽ പിന്തിച്ച് നിസ്കരിക്കാം. മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിക്കാം, ളുഹറിനെ അസറിലേക്ക് പിന്തിക്കാം. അവന്റെ വിഷയമല്ല, നമ്മുടെ സാധാരണക്കാരന്റെ വിഷയമാണ്. നിസ്കാരം പിന്തിക്കാൻ പാടില്ല. അത് ആദ്യ വഖത്തിൽ തന്നെ ശ്രദ്ധിക്കണം. നമുക്കൊക്കെ വട്ടാനുള്ളത്, നമ്മളൊക്കെ നിസ്കരിക്കും, പക്ഷെ നമസ്കാരം ആദ്യ വഖത്തിലല്ല. അവിടെയാണ് പ്രശ്നം. നമസ്കാരത്തിലുള്ളതാകുന്ന അമലുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ധൃതിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നമസ്കരിക്കുന്ന ഓരോ വ്യക്തിയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ മലക്കുകൾ വീതം അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ അറിയുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ നമ്മുടെ വലത്തും നമ്മുടെ ഇടത്തും ഓരോ മലക്കുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലത്തുണ്ട് ഇടത്തുണ്ട്. ഫൈദാ അതമ്മ റുകൂഅഹാ وسجودها والقراءة فيها صعدت صلاته إلى السماء. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇൽമുകൾ കേട്ട് പഠിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, നമസ്കരിക്കുന്നവരെ ശ്രദ്ധിക്കണേ. നമസ്കാരത്തിൽ അനക്കമടങ്ങൽ വേണേ. ഇഖാമത്ത് കൊടുത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സഹോദര, ഇമാമിനേക്കാൾ മുമ്പേ നീ പോകരുതേ. എത്രയോ ആളുകൾ അശ്രദ്ധരായി പോവുകയാണ്. നിന്റെ നമസ്കാരത്തിൽ നീ തുമഈനത്തുണ്ടാകണേ, അനക്കമടങ്ങൽ ഉണ്ടാകണേ. നമസ്കരിക്കുന്നവന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ മലക്കുകൾ വീതമുണ്ട്.